ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നിത്യയും ഹരിയും അകപ്പെട്ടിരിക്കുന്ന ആ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ അവരെ രക്ഷിക്കാനാകുമെന്നതിനെ കുറിച്ച് എല്ലാവരും ചേർന്ന് വലിയൊരു ആലോചന നടത്തുന്നു. സുജാത പറഞ്ഞു, ഇത്രയും നാളും പല പ്രശ്നങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാനും അതിനെയൊക്കെ ഇല്ലാതാക്കാനും മറ്റൊരു പോംവഴിയും അതിന് മറ്റൊരു കണ്ടെത്തലും ഉണ്ടായിരുന്നു അന്ന് നമുക്ക് മുന്നിൽ. എന്നാൽ ഇന്ന് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നോ അതിനുള്ള പോംവഴി എന്താണെന്ന് മാത്രം ഒന്നും കണ്ടെത്താനോ മറ്റൊന്നും മനസ്സിലേക്ക് തെളിയുന്നുമില്ല. ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നമ്മൾ പരിഹരിക്കേണ്ട അമ്മേട്ട എന്ന് ചോദിച്ചു രാമകൃഷ്ണനോട് സുജാത ആശങ്കയോട് ചോദിക്കുമ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു, അല്ല, ഈ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും നമ്മൾ നേരിട്ടല്ലേ പറ്റൂ. ഹരി, നീ എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ 1 മാസത്തിനുള്ളിൽ വിവാഹം നടന്നു എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നാണ് SI പറഞ്ഞിരിക്കുന്നത്. SI അത്ര വലിയ പ്രശ്നക്കാരനല്ല, പക്ഷേ ആ ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. മാത്രമല്ല, ഏത് രീതിയിലാണ് അവർ കേസെടുക്കുക എന്ന് പോലും പറയാനാവില്ല എന്ന് ആശങ്കയോടെ അവർ ചിന്തിച്ചു. അങ്ങനെ ഓർത്തതും ഹരി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഹരിയുടെ മനസ്സിലേക്ക് എത്തിയത് കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ നിത്യ തന്നോട് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു. കല്യാണി മോള് അവളുടെ അമ്മയുടെ സ്നേഹം അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണി മോൾക്ക് അവളുടെ അമ്മയെ തിരികെ കൊടുക്കണം ഹരി, അതാ വേണ്ടത്. ആ അമ്മയുടെ സ്നേഹവും തലോടലും ആശ്വാസവാക്കുകളും ഒക്കെ കല്യാണി മോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മോളുടെ അമ്മയെ ഹരി തിരിച്ചു നൽകണം. ആ വാക്കുകൾ ഹരിയുടെ മനസ്സിനെ അലട്ടി. ഹരി അത് ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഹരിയെ നോക്കിയിട്ട് വീണ്ടും രാമകൃഷ്ണൻ ചോദിച്ചു, എന്താ മോനെ, എന്താ നീ ഒരു പരിഹാരം കണ്ടെത്താത്തത് എന്ന് ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു, അമ്മാവ, ഇതിനൊരു പരിഹാരം എന്ന് പറയാൻ എന്ത് പറയാനാണ്? ഈ വന്നിരിക്കുന്ന കുടുക്കിന് അതിന് എന്തെങ്കിലും ഒരു പോംവഴി എന്ന് പറയാൻ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നതാണ്. അതിന് എന്താണ് ഒരു വഴി? എനിക്ക് ഒരു വഴിയും തെളിയുന്നില്ല. കുട്ടികൾക്ക് വേണ്ടി കുട്ടിക്കളിയായിട്ട് നടത്തിയതാണെങ്കിലും ഇനിയിപ്പോ ഇതിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശരവണൻ ചോദിച്ചു, അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്താലോ? വിവാഹം നടന്ന ആ ക്ഷേത്രത്തിൽ പോയി എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയല്ലേ തീരൂ. ആ ക്ഷേത്രത്തിൽ പോയി ഈ സർട്ടിഫിക്കറ്റ് കണ്ടെത്താൻ നോക്കാം. ആ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെയും ഉണ്ടാക്കാൻ നോക്കാം. അതല്ലേ ഇനി ചെയ്യാൻ പറ്റൂ. ഈ ഒരു പ്രശ്നത്തെ ദൂരീകരിക്കാനും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും അതല്ലേ ഒരു പോംവഴിയുള്ളൂ. അപ്പോഴേക്കും ജ്യോതിയും പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തെ നേരിടാനായിട്ടുള്ള വഴിയെ കണ്ടെത്തേണ്ടത്. അപ്പോഴേക്കും അതെല്ലാം കേട്ട് എന്ന് രാമകൃഷ്ണൻ പറഞ്ഞു, ജ്യോതിമോൾ പറഞ്ഞത് ശരി. ഈ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യുന്നതിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുശേഷമാണ് ചുറ്റുമുള്ള ആളുകളെ കുറിച്ച്. പിന്നെ അതിനേക്കാൾ ഏറെ പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ കേസ് ഉണ്ടായ ദിവസം തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരനെ ആരോ ആക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് അന്വേഷണവും ഉണ്ടാകും. ചിലപ്പോൾ നമ്മളെയും സംശയിച്ചേക്കാം. അതും കുഴപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു, ശരിയാ, അങ്ങനെ ആ പോലീസുകാരനുണ്ടായ ആപത്തിന് അതിന് യഥാർത്ഥ കാരണക്കാരൻ ആരാണെന്ന് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ തൽക്കാലം അതൊന്നും സ്റ്റേഷനിൽ പറയാനോ പോലീസിനോട് അറിയിക്കാനോ കഴിയുന്നതല്ല എന്ന് പറഞ്ഞതും എന്തായാലും ഇതിനൊരു പരിഹാരം ഉടനെ കണ്ടെത്തിയേ തീരുമെന്ന് അറിയിച്ചു. ഉടനെ നിത്യ പറഞ്ഞു, ഇതിന് പരിഹാരം എന്താണെന്ന് ഞാൻ പറയാം. ഹരി മിണ്ടാതിരിക്കുന്നുണ്ട്, ഞാൻ തന്നെ പറയാം. ഇനി ഇതിന് എന്റെയും ഹരിയുടെയും വിവാഹം നടന്നുവെന്നതിന് ഇനി തെളിവുകളൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട. കുട്ടികൾക്ക് വേണ്ടി വെറുതെ ഒരു നാടകം കളിച്ചതാണ്, അത് ഇത്രത്തോളം എത്തി. അതുകൊണ്ട് ഇനി ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞ് പുതിയ പദ്ധതികളൊന്നും ആലോചിക്കണ്ട. എന്തായാലും ഇപ്പോ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കും, കോടതിയിലേക്ക് വിളിപ്പിക്കും. ആയിക്കോട്ടെ, പിന്നെ എന്താ, ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതനുഭവിക്കാം, അല്ലാതെ വേറൊന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് പറഞ്ഞതും രാമകൃഷ്ണൻ പറഞ്ഞു, മോളെ, ഇങ്ങനെയൊക്കെ തീരുമാനത്തിലെത്തിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അങ്ങനെ ജയിലിലേക്ക് പോകാനാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങേണ്ട കാര്യമുണ്ടോ? അല്ല, ഈ നാട്ടിലെല്ലാം നേരായ വഴിക്കാണോ നടക്കുന്നത്? ഉടനെ സുജാത പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം പറയാൻ വരട്ടെ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ നിന്റെ മുതിർന്നവരാണ്. ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ധിക്കരിച്ചുകൊണ്ട് നീ ജയിലിൽ പോയി കിടന്നോളാമെന്നും നിന്നെ ജയിലിലേക്ക് പറഞ്ഞയക്കാനൊന്നും അല്ലല്ലോ ഞങ്ങൾ ഇത്രയൊക്കെ പരിശ്രമിച്ചതും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതും. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം. അപ്പോഴേക്കും എല്ലാം കേട്ട് ആകെ വിഷമത്തോടെ നിത്യം നിൽക്കുമ്പോൾ സുജാത പറഞ്ഞു, ഹരി, രാമകൃഷ്ണേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ. എൻ്റെ നിത്യമോള് പ്രശ്നത്തിലാകരുത്, അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകരുത്. അത് കേട്ടതും ഉടനെ രാമകൃഷ്ണൻ പറഞ്ഞു, എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാൻ സിറ്റാറെ, ഇവരുടെ വിവാഹം നടന്ന ക്ഷേത്രം ഉണ്ടല്ലോ, അവിടുത്തെ ഭാരവാഹികളോട്, ആ സെക്രട്ടറിയോട് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, അന്ന് വിവാഹം നടന്നതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. അപ്പോഴേക്കും ഹരി പറഞ്ഞു,
അതേ അമ്മാവ, അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? അന്ന് വിവാഹം നടന്നതിന് തെളിവുണ്ടാക്കാൻ പറഞ്ഞാലും ഇതിന് വേറൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. സാധാരണ വിവാഹം നടന്നു കഴിഞ്ഞാൽ അത് സമുദായത്തിന്റെയോ അല്ലെങ്കിൽ ശാഖകളുടെയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രജിസ്ട്രിയിൽ നമ്മൾ സൈൻ ചെയ്യണം, വിവാഹം നടന്നു എന്നതിന്റെ രേഖയായിട്ട്. അങ്ങനെ ഒരു രേഖയും നമ്മുടെ വിവാഹത്തിന് ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെ ഒരു തെളിവ് കണ്ടെത്താൻ കഴിയും? ഉടനെ രാമകൃഷ്ണൻ പറഞ്ഞു, എടാ ഹരി, ഇന്ന് ഈ നാട്ടിൽ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ നേരായ വഴിക്കൊന്നും അല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന്. അപ്പോഴേക്കും രാമകൃഷ്ണന്റെ ആ വാക്കുകൾ കേട്ട് സുജാത പറഞ്ഞു, രാമകൃഷ്ണേട്ടാ, എന്നാ അങ്ങനെ തന്നെ നമുക്ക് തീരുമാനിക്കാം. എത്രയും വേഗം ഇതിനൊരു പരിഹാരം എന്നോണം അങ്ങനെ ഒരു നീക്കം നടത്തി നോക്കാം. അതല്ലാതെ വേറെ പോംവഴിയൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് ആദിയും കല്യാണിയും കൂടിയും ഹാളിലിരുന്ന് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് പടം വരയ്ക്കുകയും കളർ ചെയ്യുകയൊക്കെ ചെയ്ത്. അതിനിടയിൽ കല്യാണി ചോദിച്ചു, അല്ലാതെ ഇത്തവണ നമ്മൾ എവിടേക്കാ ടൂറ് പോകുന്നത്? സ്കൂളിൽ നിന്ന് എങ്ങോട്ടാ ടൂറ് പോകുന്ന വല്ലതും പറഞ്ഞോ? ഉടനെ ആദി പറഞ്ഞു, അറിയില്ല, നിത്യമ്മ ഒന്നും പറഞ്ഞില്ല. നമുക്ക് എന്തായാലും അവിടുത്തെ ലതാ മേഡത്തോട് ഒന്ന് ചോദിച്ചു നോക്കാം. മേഡത്താകുമ്പം എന്തെങ്കിലും പറഞ്ഞേക്കും എന്നറിയിച്ചു. ശരി, നമുക്ക് ചോദിക്കാം കേട്ടോ. ലതാ മിസ്സിന് ചിലപ്പോ നമുക്ക് പറഞ്ഞു തരും. എന്തായാലും നല്ല സ്ഥലങ്ങളിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് കല്യാണി പറഞ്ഞു. അപ്പോഴേക്കും ആദി പറഞ്ഞു, അങ്ങനെ നല്ല സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിലേ അതിന് നമ്മൾ സ്കൂളിൽ നിന്നല്ലല്ലോ, വീട്ടിൽ നിന്ന് വേണ്ടേ പോകാൻ എന്ന്. ആദി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ജീവനെത്തി. കുട്ടികൾ രണ്ടുപേരും ജീവനെ കണ്ടതും വല്ലാത്ത ഭയത്തോടെ, ജീവനെ കണ്ടില്ല എന്ന രീതിയിൽ രണ്ടുപേരും ഇവിടെ നിന്ന് കളർ ചെയ്തുകൊണ്ടിരുന്നു. ഉടനെ കുട്ടികളുടെ അരികിലേക്ക് എത്തി ജീവൻ ചോദിച്ചു, അല്ല, ഇവിടെയുള്ളവരൊക്കെ എവിടെ? ആരെയും കാണുന്നില്ലല്ലോ, എവിടെ പോയി? അപ്പോഴേക്കും അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി? ഉടനെ രണ്ടുപേരും മറുപടി ഒന്നും പറയാതെ നിൽക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന വീണ വിളിച്ചു, ജീവന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം. ഞാൻ പറഞ്ഞാ പോരെ, എൻ്റെ കൂടെ പോര് എന്ന് പറഞ്ഞു. ഉടനെ ജീവൻ വീണയുടെ അരികിലേക്ക് വന്നു. അല്ല, ഇവിടെയുള്ളവരൊക്കെ എവിടെ എന്ന് ചോദിച്ചപ്പോ വീണയോട് ചോദിച്ച ചോദ്യത്തിന് വീണ മറുപടിയായിട്ട് പറഞ്ഞു, വേറൊന്നുമല്ല, ഇവിടെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടല്ലോ, അത് പരിഹരിക്കാനായിട്ട് എന്താണ് പോംവഴിയെന്ന് അവരാലോചിക്കുക. എല്ലാവരും ചേർന്ന് റൂമിൽ കഥകടച്ച് അവിടെ നിന്ന് വലിയൊരു ചർച്ച നടത്തുന്നു. എന്തായാലും ആ ചർച്ചയിൽ നമ്മളെ ഉൾപ്പെടുത്തില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് പോംവഴിയെന്ന് അവർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജീവൻ പറഞ്ഞു, എന്തായാലും അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ ആ കൂടെ കൂടണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജീവനോട് വീണ ചോദിച്ചു, അത് ശരി, അങ്ങനെയാണോ ജീവന്റെ തീരുമാനം? ഞാനോർത്ത് ജീവൻ ഇത് നല്ലൊരു അവസരമായി മുതലെടുക്കാനാ നോക്കുന്നതെന്ന്. ഉടനെ ജീവൻ പറഞ്ഞു, അതെ, ഒരാളുടെ മനസ്സിലേക്ക്, പ്രത്യേകിച്ച് ഒരാണിന്റെ മനസ്സിന്റെ പക കൂട്ടാനും അയാളുടെ മനസ്സിലെ ആദിയെ കൂട്ടാനും നിന്നെപ്പോലെ ഒരു പെണ്ണിന് സാധിക്കും. എന്നാൽ നിന്റെ ഈ ശ്രമം ഉണ്ടല്ലോ, ഇരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള രീതിയിലുള്ള നിന്റെ ഈ നീക്കം, അത് ജീവന് നേരെ വേണ്ട. കാരണം നീ ഇതുവരെ കണ്ടിട്ടുള്ള ആണുങ്ങളെ പോലെയല്ല ഈ ജീവനെ സംതിങ് ഡിഫറെന്റ് ആണ്, മനസ്സിലായോ എന്ന് പറഞ്ഞ് ജീവൻ മുകളിലേക്ക് കയറിപ്പോയി. ഉടനെ വീണ പറഞ്ഞു, അതെ, നീ സംതിങ് ഡിഫറെന്റ് ആവണല്ലോ, ആയാലല്ലേ എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകൂ എന്ന് വീണ മനസ്സിൽ ഉറപ്പിച്ചു. അതിനുശേഷം മുകളിൽ അങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ഞാൻ ക്ഷേത്രത്തിൽ ചെന്ന് ഒന്ന് സംസാരിച്ചു നോക്കാമെന്ന് അമ്മാവൻ എല്ലാവരോടും അറിയിച്ചു. അപ്പോഴേക്കും റൂമിലേക്ക് വന്ന വാതിൽക്കലെത്തി ജീവൻ അതിൽ മുട്ടി. ജീവൻ വാതിലിൽ മുട്ടുന്നത് കണ്ട് എല്ലാവരും ആകെ ഞെട്ടി. ഇത് ആരായിരിക്കും ഈ സമയത്ത് എന്ന സംശയത്തിൽ നോക്കുമ്പോൾ ശരവണൻ ചെന്ന് വാതിൽ തുറന്നു. ഉടനെ ജീവൻ ശരവണനെ മാറ്റി നിർത്തി അകത്തേക്ക് കയറി വന്നു. അതെ, ഇവിടെ എന്താ എല്ലാവരും വാതിലൊക്കെ അടിച്ച് വലിയ ചർച്ച നടത്തുന്നത്? ഒന്നുമില്ല, ചില കുടുംബകാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു മോനെ എന്ന് അമ്മാവൻ അറിയിച്ചു. ഉടനെ ജീവൻ ചോദിച്ചു, അത് ശരി, അങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇരിക്കാനാണെങ്കിൽ ഇങ്ങനെ റൂമിൽ അടച്ചിട്ട് ഇരിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്, ഹാളിൽ എല്ലാവരും ഒത്തുചേർന്നല്ലേ ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചു. എല്ലാവരും ഒന്നും മിണ്ടാതെ അങ്ങനെ തലവും ചെന്നതും ജീവൻ പറഞ്ഞു, അതെ, എന്താമേ പ്രശ്നം, എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചതും സുജാത പറഞ്ഞു, ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ജീവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, എന്താ പ്രശ്നം എന്ന് ഞാൻ പറയട്ടെ. ഈ കുടുംബത്തെ ഒരംഗം എന്ന നിലയ്ക്ക് എന്നോടുകൂടി ഇക്കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമായിരുന്നു. എങ്കിലും സാരയില്ല, ഞാൻ എൻ്റെ രൂപത്തിന് പറയാം. ഹരിയും നിത്യ ഇപ്പം അനുഭവിക്കുന്ന ഈ ഒരു ടെൻഷൻ, അതിന് പരിഹാരമല്ലേ എല്ലാവരും ആലോചിക്കുന്നത്. ഇവരുടെ വിവാഹം നടന്നതിനുള്ള തെളിവ് 1 മാസത്തിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നല്ലേ എസ് സാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് അങ്ങനെ ഒരു തെളിവ് തൽക്കാലം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? ഉടനെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി നമുക്ക് നടത്താം, രജിസ്റ്റർ ചെയ്യാം. അപ്പൊ പിന്നെ അവിടെ അതിനുള്ള തെളിവുണ്ടാവുമല്ലോ. ആ രജിസ്റ്റർ ചെയ്ത തെളിവ് അത് കാണിച്ചാൽ പോരെ? ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം എന്നോണം
അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. ഉടനെ ഒന്നും മിണ്ടാതെ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ജീവൻ പറഞ്ഞ കാര്യം കേട്ട് അത് നല്ലൊരു ഐഡിയ അല്ലേ എന്ന് എല്ലാവരോടും അന്വേഷിച്ചു. എല്ലാവരും ജീവന്റെ ആ വാക്കുകൾ ശരിയാണെന്ന് സമ്മതിച്ചു. ഉടനെ സുജാത ശരവണനെ മറ്റും വിളിച്ച് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും അമ്മാവനോട് ജീവൻ പറഞ്ഞു, അമ്മാവാ, എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിത്യയുടെയും ഹരിയുടെയും ജീവിതത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകരുത്. നിങ്ങളെല്ലാവരും എന്നെ ഒരു പ്രശ്നക്കാരനായിട്ട് കാണുന്നെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സ്നേഹമാണ്. പ്രത്യേകിച്ച് ഹരിയും നിത്യയും സന്തോഷത്തോടെ ജീവിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നിത്യയും ജീവനും ഹരിയും എല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ജീവൻ നേരെ ഹാളിലേക്ക് എത്തിയതും കുട്ടികൾ അവിടെ തന്നെ പടം വരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. വേഗം ജീവൻ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ആഹാ, നിങ്ങളായിട്ടും കിടക്കാൻ പോയില്ലേ? അപ്പോഴേക്കാണ് കല്യാണി പറഞ്ഞത്, ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നത് എന്നറിയിച്ചു. എന്നാ അങ്കിൾ ഒരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. കഥയൊന്നും വേണ്ട, ഞങ്ങൾ പോവാം. അല്ല, കല്യാണിക്കുട്ടിക്ക് കഥ ഇഷ്ടമല്ലേ? എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ആദിമോനാണ്, ആദിക്കാണ് എന്ന് കല്യാണി അറിയിച്ചു. എന്നാ അങ്കിൾ ഒരു കഥ പറയാന്ന് പറഞ്ഞതും, വേണ്ട, ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞ് ആദി വേഗം എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ഉടനെ കല്യാണി പറഞ്ഞു, ആദിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമെന്ന് മാത്രമല്ല, ആദി കഥ എഴുതിയിട്ടുണ്ട്, ഒരമ്മയുടെയും മോന്റെയും കഥ. അത് കേട്ടതും ജീവൻ പറഞ്ഞു, ആണോ? എന്നാ ആ കഥയൊന്ന് അങ്കിളിനെ കാണിച്ചു തരുമോ എന്ന് വെച്ചതും ആദി പറഞ്ഞു, അത് കൊള്ളത്തില്ല, അത് നിത്യാമ്മയുടെയും ആദിയുടെയും കഥയായിരിക്കും അല്ലേ എന്ന് വേഗം ജീവൻ അന്വേഷിച്ചു. അതേന്ന് ആദ്യം സമ്മതിച്ചതും എന്നാ ശരി, എന്നാ അങ്കിളെ പുതിയൊരു കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ജീവൻ കുട്ടികൾക്ക് രണ്ടുപേർക്കും കഥ പറഞ്ഞു കൊടുക്കാനെന്ന ഭാവത്തിൽ അവരുടെ അരികിലേക്ക് ചെന്നിരുന്നു. അവർ രണ്ടുപേരും ആകെ ഭയത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികളെ പേടിപ്പെടുത്തുന്ന ഭൂതങ്ങളെക്കുറിച്ചും പിശാചികളെ കുറിച്ചുമൊക്കെയുള്ള രീതിയിൽ, അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ജീവൻ തന്റെ കഥ പറയുന്നു. അത് കേട്ടതും കുട്ടികൾ വല്ലാതെ ഭയന്നു. അതെ, നിങ്ങളിന്ന് നേരെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ചെന്ന് കിടക്കണം. നിങ്ങളെല്ലാവരും ഒരു റൂമിലെ വെന്ന് കിടന്നുറങ്ങാവൂ കേട്ടോ. ഇല്ലെങ്കിൽ രാത്രിയിൽ അങ്കിള് പറഞ്ഞതുപോലെയുള്ള ഭൂതപ്രേതങ്ങളൊക്കെ നിങ്ങളെ പിടിക്കാനെത്തും. അതുകൊണ്ട് അച്ഛനും അമ്മയും അരികിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അവരോട് അറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് പേടിച്ച് കുട്ടികൾ വേഗം ഹരിയുടെയും നിത്യയുടെ അരികിലേക്ക് ഓടിയെത്തി. ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ കിടക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാ എന്ന് പറഞ്ഞ് കുട്ടികൾ വാശി പിടിക്കുമ്പോൾ അവസാനം നിത്യയും ഹരിയും കുട്ടികളുടെ വാശിക്ക് വഴങ്ങി രണ്ടുപേരും ഒരു റൂമിൽ കിടക്കാൻ തീരുമാനിക്കുന്നു.